ഹലോ ഗൈസ്, ഇന്നേ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പം ഈ ഫ്രണ്ട് എന്ന് പറയുന്ന പുള്ളിക്കാരി നഴ്സ് പ്രാക്ടീഷണറാണ് കേട്ടോ. ഹസ്ബൻഡ് റെസ്പിറ്റോറി നഴ്സാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മേടിച്ചൊരു വീടാണ്. അറിയാലോ, ഇവിടുത്തെ വീടുകളൊക്കെ ലോണാണ്. അപ്പം ഈ വീടിന് $1.2 മില്യൺ കേട്ടോ. പക്ഷേ ഇത് മേടിച്ചപ്പോഴത്തെ വിലയാണ്. ഇപ്പോൾ ഈ വീടിന് 2.2 മില്യൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു വീട് മേടിക്കുമ്പോൾ ബേസിക് മോഡലായിരിക്കും അവർ തരുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ 3 മോഡൽ ആർക്കിടെക്ചറായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം പിക്ക് ചെയ്യാം. എന്തെങ്കിലും വ്യത്യാസം വേണമെങ്കിൽ വീണ്ടും നമ്മൾ സിറ്റിയുടെ പെർമിഷൻ എടുക്കണം. പിന്നെ ഇതിനകത്ത് ടൈൽസ് മാറ്റണമെങ്കിലോ കിച്ചണിൻ്റെ ക്യാബിനറ്റ്സ് മാറ്റണമെങ്കിലോ കുക്ക് റേഞ്ച് മാറ്റണമെങ്കിലോ ഒക്കെ നമ്മൾ അഡീഷണൽ പേ ചെയ്യണം. അങ്ങനെയാണ് ഇവിടെ എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർ തരുന്ന ബേസിക് മോഡലിൽ നിന്ന് വ്യത്യാസം വരുത്തണമെങ്കിൽ നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ സെപ്പറേറ്റ് നമ്മൾ അഡീഷണൽ എമൗണ്ട് കൊടുത്തിട്ട് ചെയ്യണം. പിന്നെ ഔട്ട്ഡോറിൽ ഇവർ കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവർ അഡീഷണൽ പേ ചെയ്തിട്ട് എടുത്ത സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ വീട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടൂറ് പോവാം നമുക്ക്. ഹോം ടൂറാണ് ഹോം ടൂർ. സിന്ധുവിന്റെ വീടാണ്. ഇവിടെ മാക്ക് ആൻഡ് ചീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, വന്ന വഴിക്കുന്ന എനിക്കൊരു പണി തന്നു. ഓ, ഈ ഉരുളി കൊള്ളാലോ, ഗോൾഡൻ ഉരുളി. ഇവിടെ എവിടെയാ പഴംപൊരി? ഓ, സേമിയോ പായസം. ഓക്കെ. ഇത് മാസ്റ്റർ ബെഡ്റൂം, മാസ്റ്റർ ബാത്റൂം. ഓക്കെ, ബാത്ത് ടബ്, ഇത് സ്റ്റാൻഡിങ് ബാത്ത്. പിന്നെ ഇത് ടോയ്ലറ്റ്, washer and dryer, walk-in closet. This is her jewelry box. അടിപൊളി പഴംപൊരി. ആരുണ്ടാക്കുന്ന അറിയില്ല. പഴംപൊരി ജ്യോതി ഫ്രൈ. നായിൻ്റെ ഹായ് ഹായ് പറയൂ. ഇതിവിടെ ഔട്ട്ഡോർ കിച്ചൺ. ഇത് വേറെ കിച്ചൺ. ഇതെന്താ സംഭവം? ഓ, ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്. ഇതൊക്കെ സ്റ്റോറേജ്. ഇത് ഇവിടുത്തെ $1 മില്യൺ വീടുകളാണ് കേട്ടോ. $1 മില്യൺ ഹൗസസ്. ഓണറൊക്കെ കാണിച്ചു. ഇത് വേറെ സംഭവം. ഓ, ഇവിടെ ഉണ്ട് ഒരു 2 ബർണർ. നമ്മളിനി മുകളിലേക്ക് പോവാണ് കേട്ടോ. താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂം, ഓഫീസ് റൂം, കിച്ചൺ, ലിവിങ് ഏരിയ, ഡൈനിങ് റൂം, പിന്നെ കിച്ചണിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് റൂം, ഗരാജ്, അത്രയാണുള്ളത്. മുകളിൽ 3 ബെഡ്റൂം, വാഷർ ഡ്രയർ, പിന്നെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ബാൽക്കണി.
അപ്പോൾ ഇതാണ് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വാഷർ, ഡ്രയർ, പിന്നെ അയേൺ ചെയ്യാനൊക്കെയുള്ള പിന്നെ കുറച്ച് യൂട്ടിലിറ്റി സാധനങ്ങളൊക്കെയുള്ള റൂം. അപ്പോൾ വാഷറും ഡ്രയറും അലക്കാൻ വേണ്ടി താഴത്തേക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ആ സൈഡിൽ കണ്ടതൊരു ബെഡ്റൂം, പിന്നെ ഈ സൈഡിലൊരു ബെഡ്റൂം. ഞാൻ ബെഡ്റൂമിലേക്കൊന്നും അധികം അങ്ങോട്ട് അതിക്രമിച്ച് കയറുന്നില്ല, അവരുടെ ഒരു പ്രൈവസി അല്ലേ. ഇപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ. ഇവിടെ കുറച്ച് ജിം സെറ്റപ്പ് ഉണ്ട്, പിന്നെ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ. ആക്കിയില്ല മുകളിലെ കോമൺ ബാത്ത് പുറത്ത് കാഴ്ച കാണാലോ അല്ലേ. അപ്പോൾ അതേ ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്യാനായിട്ട് 150K കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ കിച്ചൺ, പിന്നെ ഫയർ പ്ലേസൊക്കെ സെറ്റ് ചെയ്യാൻ ഒരു 50. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 200K അഡീഷണൽ പേ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഏത് വീട് മേടിക്കുമ്പോഴും നമ്മളൊരു 20% മിനിമം ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ റെഡിയാണെന്ന് അറിഞ്ഞാലാണ് നമ്മളൊരു പൊട്ടൻഷ്യൽ ബയറായിട്ട് ഇവിടുത്തെ സെല്ലേഴ്സ് കണക്കാക്കുകയുള്ളൂ. ഇവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ജേഡാപ്പി ഇത് ജേഡാപ്പിയുടെ റൂമാണേ. ഇവർക്ക് കോളേജിൽ ജൂനിയറായ ഒരു മോനും ഒരു ഫ്രഷ്മെൻ ആണുള്ളത് കേട്ടോ. ഈ അമ്മച്ചിക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഇപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ പോവും. മുകളിലത്തെ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അതാ ചുമരി വെച്ചിരിക്കുന്ന പെയിൻറ്റിങ് ആര് ചെയ്തതാണെന്നുള്ളത് അമ്മച്ചി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഓഫീസ് റൂം പ്രെയർ റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സൈഡിൽ ബെഡിട്ട് അമ്മച്ചിക്ക് കിടക്കാനുള്ള സെറ്റപ്പും ആക്കിയിട്ടുണ്ട്. നേഴ്സുമാരുടെ വീട്ടിൽ ഓഫീസ് റൂമിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീടുമായി വീണ്ടും കാണാം. ബൈ.